ഇന്ന് ജോലിയെല്ലാം ഒതുങ്ങി. അതുകൊണ്ട് ഇന്ന് സെറ്റ് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റിയിടാം. ജോലി ഇല്ലാത്ത ദിവസം ഇവിടെ ഇരിക്കുക, അല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന എന്തിനാ? കുറച്ചേരൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കുക. ഇവിടെ ഇതുവരെ കിടന്ന് ഉറങ്ങുന്ന കണ്ടോണ്ടാ ഇത് ചെയ്യാന്ന് വിചാരിച്ച്. എവിടുന്ന് വന്നു ഇത്ര പെട്ടെന്ന്? പോയി ചെയ്യ്. നിങ്ങളെ വിളിക്കാം. ഞാൻ ചെയ്തോളാം. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ്ട, അത് ചെയ്തോണ്ടിരിക്കും. ആരെങ്കിലും വരുമ്പോ ദിവാൻ കോട്ട് എടുത്ത് ഫ്രണ്ട് ഇട്ടേക്കുവാ, അത് പിടിച്ച് ഇനി ഇങ്ങോട്ട് മാറ്റി കേട്ടോ. അപ്പോ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്. ഇതെടുത്ത് എവിടെ ഇടാനാ ഇപ്പം ദിവാൻകോട്ട്? ദിവാൻകോട്ട് ഇവിടോട്ട് ഇടുക, ഈ സെറ്റ് എടുത്ത് ഇപ്പുറത്തിടുക, ആ കസേര എടുത്ത് ഇവിടെ ഇടുക. അതല്ലേ നല്ലത്? ഇട്. ഒന്ന് വന്ന് സഹായിക്കരുത്. ഞങ്ങൾക്ക് ഇത്ര ഇതൊന്നും ഇല്ലായിരുന്നല്ലോ, അത് അവിടെ കിടന്നപ്പം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എന്തൊക്കെ പ്രാന്താടാ. നീ പോയി കിടന്നുറങ്ങും ചെല്ലി. അന്നേത് ഒരു വകയിട്ട് ചെയ്യത്തുമില്ല, ചുമ്മാതെ നിൽക്കുക. ഈ ദിവാൻകോട്ട് എവിടെ ഇടും? ഈ ദിവാൻകോട്ട് ഇവിടെ ഇടും. ഇവിടെ കിട്ടാറേ ഇവിടെ അതാകുമ്പം ഇങ്ങനെ നടന്നു പോകുമ്പോഴേ ക്ഷീണം ഉണ്ടെങ്കിൽ ഇന്ന് കിടന്നിട്ട് പോവാ. എന്നാ കട്ടില് പിടിച്ച് ഇവിടെ കൊണ്ടിടാ, അതിലും നല്ലതാ. അപ്പൊ ഇങ്ങനെ നടന്നു അങ്ങ് കിടക്കാവല്ലോ. 24 മണിക്കൂർ അല്ലേ തന്നെ കിടപ്പാ ഫോണും. ഇനി എന്തോ ഇനി അടുത്ത് എന്തോ സെറ്റ് ചെയ്യണ്ട്? ഈ സെറ്റ് എടുത്ത് ഇവിടെ ഇടുക. എവിടെ? രണ്ട് ഇവിടോട്ട്. നീ എന്തിനാ ചുമ്മാ ഇങ്ങനെ വന്നിരിക്കുന്നത്? ഞാൻ ചെയ്തോളാം. ഈ ടീപ്പ ഒന്ന് ചെറുതാക്ക്. പിന്നെ കൊല്ലം മുതൽ കാസർഗോഡ് വരെ ഉണ്ട് അതിന്റെ നീളം. അതാരാ വലുതാക്കി പണിഞ്ഞത്? അന്ന് ഞങ്ങള് മേടിച്ച്. ഇപ്പൊ നിങ്ങക്ക് വേണേ അതൊന്ന് ചെറുതാക്കിത്താ. അയ്യോ, ഇപ്പൊ പറ പോയി തറ അടിച്ചേനെ. അതിന്റെ ഒരു കൊളുത്തൊന്നാ അത് പോയി കിടക്കുക. പോയി പറ അടിച്ചേനെ. തറയല്ല, ഒരു തറ ഇത് നീക്കി പറ പോയി ഇപ്പൊ തറ അടിച്ചു. എന്താ ഇത് വന്നൊന്ന് പിടിയാ. ഒന്നത് കയ്യും കാലും. അത് മര്യാദക്കിരുന്ന ഒരു സാധനം പിടിച്ച് നീക്കിയിടേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അതൊന്നും ചെയ്യുന്ന കണ്ടില്ലേ? ഇത് ഇപ്പൊ ഇവിടെ കിടക്കും, കുറച്ച് കഴിയുമ്പോ നമുക്ക് കാണാം ഇത് എവിടെ ഇരിക്കുന്നതെന്ന്. ടീപ്പ അങ്ങോട്ട് നീക്കിയിടാം. കസേര അവിടെ കിടന്നോട്ടെ. ദിവാൻകോട്ട് അവിടെ ഇടാം. ചേടാ, ദിവാൻകോട്ട് ഇവിടെ തന്നെ കിടക്കുന്നതല്ലായിരുന്നോ നല്ലത്? തിരിച്ചു തന്നെ അങ്ങ് ഇടാം. അയ്യോ, എന്തോ പറയാനാന്ന് പറ. രാധാണ്ണം കണ്ട ഇന്ന് ചീത്ത വിളിയാ. ഇത് കണ്ടോ എന്തോ പ്രാന്തൊക്കെയാന്ന്. ആദ്യമേ അത് കിടന്നെടുത്ത് ഇപ്പൊ കണ്ടോ എല്ലാരും. ഇത് തന്നെ നല്ലത് ഇല്ലയോ മോനെ? അത് തന്നെ നല്ലത്. ദിവാൻകോട്ടോ? ദിവാൻകോട്ട് അവിടെ തന്നെ ഇട്. ഇവിടെ ഇടട്ടെ ദിവാൻകോട്ട്. എവിടെങ്കിലും ഇട് ദിവാൻകോട്ട്. ഇത് തന്നെ ഐശ്വര്യം. ഇത് തന്നെ ഐശ്വര്യം ഇല്ലയോ? പിന്നെ വട്ടായിരുന്നു അത് പിടിച്ച് മാറ്റാന്. എന്തോ വട്ട മോനിങ്ങോട്ട് നീക്കത്താ. അത് മര്യാദക്ക് കിടന്ന ഒരു സാധനം. ഇങ്ങോട്ട് കൊണ്ടുപോകാൻ ചരിക്ക്. ആ കസേരയോ അപ്പുറത്തിടാം. ഈ കസേരയോ? ശരി, നല്ല ഒന്നിട്ടെ പോയി ചെയ്ത് വേണ്ട. കണ്ടോ, TV കാണാനൊക്കെ അടിപൊളിയാണ്ട്. ഇവിടെ ഇടാങ്കിലേ കണ്ടോ, നോക്കിക്കേ. കണ്ടോ, കസേരയൊക്കെ ഇവിടോട്ട് മാറ്റിയിട്ടുണ്ട്. TV ഇവിടെ ഇപ്പൊ ഇരുന്ന് TV കാണുന്നത് എങ്ങനെ? ഇങ്ങനോ? അതിനെന്താ ഇങ്ങനെ ഒരു ബെൽറ്റ് കൂടെ കിട്ടും ഇവിടെ ഇടാന്. ശരിയാ മോനെ. TV സുധിയണ്ണനെ വിളിച്ച് ഇങ്ങോട്ടാക്കാം ഇല്ലയോ? അമ്മയ്ക്ക് പോയി അമ്മ വീട്ടിൽ നിൽക്കാൻ വല്ലതും പറ്റുമോ? കുറച്ച് നാളത്തേക്ക് അങ്ങോട്ട് ആക്കാൻ പറ്റുമോ? ഇവരെ അങ്ങോട്ടാക്കാൻ പറ്റുമോ? അതെടുത്ത് അവിടെ നിന്ന് മാറ്റാം. മീൻ എടുത്തണ്ട് ഇവിടോട്ട് വെക്ക്. അന്നേരം ആ കസേര എല്ലാം ആ സൈഡിലാക്കാവല്ലോ. എന്താ ഫ്രിഡ്ജിന്റെ വാതില് കിഴക്കോട്ട് ഇരിക്കണമെന്ന്. അതിന് അന്നേരം ഇതൊന്ന് പിടിച്ച് കിഴക്കോട്ട് വെക്കാൻ മോനെ. ആരാ പറഞ്ഞ ഫ്രിഡ്ജിന്റെ വാതിലുള്ള? ഏത് ശാസ്ത്രത്തിലാ പറയുന്നത്? ഞാൻ ഫേസ്ബുക്കിലൊക്കെ കണ്ടു. ഫേസ്ബുക്കിൽ കണ്ടോ? ഒന്ന് പിടിച്ചേ മോനെ, കിഴക്കോട്ട് ഇരിക്കണോ? എന്തോ കിളക്കി കളയല്ലേ പെയ്യ. മാറിക്കേ, ഇങ്ങോട്ട് മാറിക്കേ. ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നതല്ലായിരുന്നോ നല്ലത്? അതാകുമ്പം ഇത് ഇങ്ങനെ ഇരുന്ന എന്ത് വൃത്തികേടാമേ. പഴയ പോലെ ഇരിക്കുന്നതല്ലേ നല്ലത്? ചിന്തിച്ചു നോക്ക്.
നീ പഴയ പോലെ തന്നെ ഇരിക്കട്ടെ. നിന്നെ വിളിച്ചതാ എന്റെ ഇപ്പം കുഴപ്പം. തിരിച്ചിടാനോ ഇനി? ആ എന്തിനാ ഇങ്ങനെ? എന്തോ പറയാനാണ്. ഇപ്പൊ ഇത് തന്നെയാണോ നല്ലത്? പിന്നെ ഇത് തന്നെ നല്ലത്. ഈ ഡൈനിങ് ടേബിളേ മോനെ കിഴക്ക് പടിഞ്ഞാറാ കിടക്കുന്നത്, തെക്ക് വടക്ക് ഇടായിരുന്നു. അമ്മ ഈ ഒരു വീട്ടിൽ ഒരു തെക്ക് വടക്ക് മതി, അത് അമ്മയാ. ഇനി ഈ കാണുന്ന എല്ലായിടത്ത് വടക്ക് കിഴക്ക് തെക്ക് വടക്കൊക്കെ ആക്കിയിട്ട് എന്തോ എടുക്കാനാ? വീട് കുറച്ച് ഫ്രണ്ടിലോട്ട് കയറി ഇരിക്കുന്നത്, അത് തള്ളി പുറമോട്ട് ഇറക്കി തരാൻ പറ്റുമോ കുറച്ച് എങ്ങനെങ്കിലും? നീ ഒന്ന് പോകാവോ, ഞാൻ ഇതെല്ലാം ചെയ്തോളാം. ആ എന്ത് വന്ന വട്ടുമല്ലോ ഉണ്ട് ഇവർക്ക്. എന്നും നേരം വെളുത്ത് ഇണ്ണിട്ട് വരുമ്പോൾ കസേര ഇവിടെ ഇല്ല. ഇങ്ങനെ കിടക്കുന്ന കസേര എടുത്ത് ഇങ്ങനെ ഇടും, ഇങ്ങനെ കിടക്കുന്ന ടേബിൾ എടുത്ത് ഇങ്ങനെ ഇടും, അങ്ങനെ ഇരിക്കുന്ന കട്ടിലെടുത്ത് ഇങ്ങനെ ഇടും. ആ കിടക്കുന്ന പോലെ കിടന്ന എന്താ ഇപ്പൊ ഇത്ര കുഴപ്പം? എന്തിനത് മാറ്റാൻ നിക്കുന്നേ? ഇനി ഇതെന്തു തെക്ക് കൊടുക്കണ തിരിക്കണം ഇങ്ങോട്ട്. സെറ്റ് തെക്ക് വടക്ക്. നീയും കൂടെ വൈകുന്നേരം പിടിക്കാനാ? എനിക്ക് ആവശ്യമില്ല അതിന്റെ തെക്ക് വടക്ക് ഇടാൻ നിക്കുന്നു. വന്നിരുന്നോണ്ട് തിന്നുവല്ലോ. അത് ഇവിടെ നിന്ന് തിന്നാമല്ലോ. നമ്മുടെ വീട്ടിൽ ഒരു സാധനമുണ്ട്, അത് തെക്ക് വടക്ക് ഇടുന്ന മാറ്റി വെക്കുക. ഇതൊക്കെ ഇവരുടെ സ്വഭാവം. എനിക്കറിയത്തില്ല എന്തുവാന്ന്. നിന്റെ പനി മാറാത്തത് ഈ തെക്ക് വടക്ക് ഈ കട്ടിലിട്ടേക്കുന്നുണ്ടാ. ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട് വടക്കേടക്ക് ഇടാനല്ലേ. ഇങ്ങനെ കിടക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ? മോനെ നല്ല ചൂടുണ്ട് മോനെ. എണീര്, അമ്മ തെക്ക് വടക്ക് മാറ്റിയിട്ട് കിഴക്ക് പടിഞ്ഞാറിടായി കട്ടില്. മോനെ ഒന്ന് എണീര് മോനെ, അമ്മ കിഴക്ക് പടിഞ്ഞാറിടായി കട്ടില്. മക്കളെ ഉണ്ടോ നല്ല ചൂട്, എല്ലാം മാറും ഉറപ്പാ. ചൂട് മാറും അമ്മേ? അതല്ല അമ്മേ, ചൂട് മാറും അമ്മേ? ചൂടും പനി എല്ലാം മാറും. ദോഷമാ തെക്ക് വടക്ക്. തിളച്ച ചായ എടുത്ത് കൊണ്ടുവച്ച് തന്നെയല്ല ഇവൻ തല തെക്കോട്ട് വെച്ചാ പിന്നെ വടക്കോട്ട് വെച്ചാ. അതാ പറഞ്ഞേ ചൂട് മാറും. തെക്കോട്ട് തല വെച്ച് കിടക്കണം. ചൂട് ചോറായിരിക്കുന്നത്. ഇപ്പൊ എടുത്തല്ലോ അടുപ്പിനെടുത്ത് ഒന്ന് കട്ടലെ കൊണ്ടുവച്ച് പെട്ടെന്ന് തണുക്കുമോ നോക്കട്ടെ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ശ്രീകുട്ടൻ തല വടക്കാ വെച്ചേക്കുന്നത്. ഇവിടെ അല്ല തല വെക്കേണ്ടത്, തെക്ക് വെക്കണം തല. അത് എത്ര പറഞ്ഞാലും ഇവൻ കേക്കത്തുമില്ല. കട്ടിൽ നീക്കണ്ട, ഇവൻ തിരിഞ്ഞൊന്ന് കിടന്നേ. അങ്ങനെ കിടന്നാലും മതി. ആ ഫാൻ എടുത്ത് അവിടെ നിന്ന് മാറ്റി വെക്കണം. കിടക്കുമ്പോഴേ കൈ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ നടന്ന ശാസ്ത്രത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതൊക്കെ ഇങ്ങോട്ട് തിരിച്ചു വെക്കണം. കുഴപ്പമുണ്ടോ? ഞാൻ ഇങ്ങനെ ഇടയ്ക്കാണ് ഇങ്ങനെ കിടക്കും, അതിന് കുഴപ്പമുണ്ടോ? ശരിയായി. ഇങ്ങോട്ട് ഇടയ്ക്കാണ് ഇങ്ങനെ കിടക്കും, കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ വല്ലിച്ചൻ കിടക്കുന്ന പോലെ ഞാൻ ഇങ്ങോട്ട് നോക്കി വല്ലിച്ചൻ കിടക്കുന്ന പോലെ ഇങ്ങനെ വന്നിട്ട് ഈ സൈഡ് കയറുന്നുണ്ട്. വല്ലിച്ചൻ ഇങ്ങനെ കിടക്കുന്നത് എപ്പോഴും. ഇങ്ങനെ കിടന്ന കുഴപ്പമുണ്ടോ? ഇല്ല. എന്തുവാ അമ്മേ ഇത് തിരിച്ചു വെക്കാനായിരുന്നു. എന്റെ അമ്മ അത് കബോർഡ് പണിഞ്ഞു വെച്ചേക്കില്ലേ അമ്മയൊക്കെ, അത് നീങ്ങുവോ? എന്തോ ഉറപ്പിച്ചു വെച്ചേക്കുവാന്നോ? ബുദ്ധി ഇല്ലയോ അമ്മയ്ക്കൊന്നും? ശരിയാ മോനെ. ഇനി എന്റെ കാർ അവിടെ കിടക്കുന്നത് കുഴപ്പമുണ്ടോ? ഞാൻ ഇപ്പഴാ മോനെ ഓർത്ത്. ആ കാറ് തെക്ക് വടക്കിടണം, അവിടെ കിഴക്ക് പടിഞ്ഞാറാ കിടക്കുന്നത്. ശരിയാ. ഈ കാർ എത്ര നാൾ കൊണ്ട് ഞാൻ പറയുന്നത് ഇങ്ങനെ ഇടരുത് കിഴക്ക് പടിഞ്ഞാറ് ഇടരുതെന്ന്. തെക്ക് വടക്കിടണം ഈ കാർ, അറിയാവോ? അപ്പം പേരയ്ക്കും എല്ലാം നല്ല ഐശ്വര്യമാണ്. തെക്ക് വടക്ക് എങ്ങനെ? ഇങ്ങനെ കിടക്കണം. വെട്ടി കുറയ്ക്കോ കാറ്? അത് നീക്കിയാ മതി മോനെ. എങ്ങനെ? തെള്ളണം, തെള്ളിയിട്ട് തിരിച്ചങ്ങിട്ടാ മതി. പകുതി വെട്ടി ഷോക്കേസ് വെച്ചിട്ട് ഓടാൻ നേരം എടുത്ത് അടുപ്പിച്ച് വെക്കൂ. ഞാൻ ശാസ്ത്രമായി പറയുന്നത്, നിങ്ങളൊക്കെ ഈ കളിയാക്കുന്ന കൂട്ടല്ല ഞാൻ ഈ പറയുന്നത്. ആക്റ്റീവ് തെക്ക് വടക്കൊക്കെ ഞാൻ എടുത്ത് വെച്ചോളാം. ഇതൊന്നും പറഞ്ഞാ അനുസരണ കേട്ടതാണെന്ന് അതെ പറഞ്ഞാ കേക്കാത്തത്. തെക്ക് വടക്ക് ഇരുന്ന ഐശ്വര്യം ഇല്ലയോ? തെക്ക് വടക്ക് ഇരുന്ന തെക്ക് വടക്ക് ഇതിപ്പോ തെക്ക് വടക്ക് ഐശ്വര്യം കൂടെ ഉണ്ടോ? ഇനി വടക്ക് കിഴക്ക് വെക്കണോ? വടക്ക് കിഴക്ക് ഇരിക്കുന്നില്ല. ഒരു പടിഞ്ഞാറേ വടക്ക് കിഴക്ക് ഇങ്ങോട്ട് വെക്കാം. എങ്ങനെയുണ്ട്? ഒരു കാറ് തന്നിട്ടുണ്ട്. വടക്കോ കിഴക്കോ പടിഞ്ഞാറോ നീ എവിടെ ആണെന്ന് വെച്ചാ സെറ്റാക്കി വെച്ചു. നിന്നോടൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വലിയവരെന്തെങ്കിലും പറയുന്ന കൊച്ചു പിള്ളേർക്കൊന്നും പിടിക്കത്തില്ല. കാറ് ശരിയായില്ല, ഇനി എന്തോത്തെ പിടിക്കാൻ രാധാണ്ട് എടുക്കച്ചല്ല. എന്നാ ഞാൻ പല പ്രാവശ്യം അണ്ണനോട് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഇരുന്ന് കണക്കൊന്നും എഴുതത്തില്ല, ദോഷവാ. അതാ അണ്ണൻ്റെ കയ്യിൽ ഒരു പൈസ പോലും നിൽക്കാത്തത്. എല്ലാം കയ്യിൽ നിന്ന് പോവല്ലയോ.
ഇങ്ങനെ ഇരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലയോ? അണ്ണൻ കസേര തിരിച്ചിട്ടിട്ട് ഇരുന്ന് എഴുതും. കണക്കൊക്കെ കൂട്ടുകയും പൈസ കൊടുക്കുക, നല്ല ഐശ്വര്യം ഉണ്ടാവും. ആ വേണ്ട എണീറ്റ് വേണേ ടീപ്പോയി നമുക്കങ്ങ് തിരിച്ചിടാം അണ്ണാ. ആ ഇതും ഈ അരിച്ചാക്കല്ലാവേ എടുത്ത് കിഴക്കേപ്പുറത്ത് വെക്കണം, അവിടെ വെക്കണം. എന്താ പിടിക്കാം നമുക്ക്? എന്തോ പറയുന്നത് അണ്ണാ? വാസ്തുശാസ്ത്ര പ്രകാരം ഇങ്ങനെ അരിയൊന്നും തെക്ക് വടക്ക് ഇരിക്കരുതും. അരിച്ചാക്കൊക്കെ കിഴക്ക് പടിഞ്ഞാറാ ഐശ്വര്യം. അണ്ണൻ ആ അരിച്ചാക്കെല്ലാം എടുത്ത് കിഴക്ക് പടിഞ്ഞാറ് വെച്ച് നോക്കിക്കേ, നല്ല ഐശ്വര്യമായിരിക്കും. ഇത് തെക്ക് വടക്കായിരിക്കുന്നത്. ആ ഇങ്ങനെ കിഴക്ക് പടിഞ്ഞാറ് ഇരിക്കാമെങ്കിൽ എന്തോരോ ആൾക്കാരാ, എന്തുമാത്രം ജനങ്ങൾ വരുമെന്നറിയാവോ? എന്തുവോ പടിഞ്ഞാറ് കിഴക്ക് എന്തുവോ? ആ സോപ്പൊക്കെ എടുത്ത് കിഴക്ക് പടിഞ്ഞാറ് വെക്ക്. സോപ്പ് എങ്ങനെ കിഴക്ക് പടിഞ്ഞാറ് വെക്കും? ആ ഇതെല്ലാം തെക്ക് വടക്കാടാ ഇറക്കാൻ വെച്ചത്. അതാ ഈ കടയിൽ ഒന്നും ഇല്ലാത്തത്. ചുമ്മാ അല്ല, അതുകൊണ്ടൊരു പൂച്ചയുടെ പടമൊക്കെ ഇരിക്കുന്നു. എന്നാ ഞാൻ തമാശയല്ല, ഈ ത്രാശ് തെക്ക് വടക്കാ വെച്ചേക്കുന്നത്, അതും ദോഷമാണ്. അത് കിഴക്ക് പടിഞ്ഞാറ് വെക്കണം. അത് സത്യമാണോ? അത് കാണുന്ന ആൾക്കാർ കണ്ടോളും. ഈ ഇപ്പുറം ചോപ്പ് കളർ അവർ നോക്കിക്കൊണ്ട് നിന്നോളും. തെക്ക് വടക്ക് ദോഷം. നിങ്ങൾ ഇങ്ങനെ തിന്നാൻ പോയിച്ചാ എന്തോ? കടയിൽ വരുന്ന സാധനം എല്ലാം എടുത്തു വെച്ച് തിന്നോളുവാ. ഇങ്ങനെ തിന്നാ എന്തോ ലാഭം കിട്ടാനാ? വീട്ടിലാരെല്ലാം കൂടെ തിന്ന് തീർക്കുവാ. അണ്ണൻ ഇത് ആദ്യമേ അത്യാവശ്യമാ, ഇത് സത്യമാണ് ഞാൻ പറഞ്ഞത്. ഈ ത്രാശ് ഒരു കാര്യം ചെയ്യും, രണ്ട് ഇങ്ങനെ വെക്കണ്ണനാ. കണ്ട് ഇങ്ങനെ കണ്ടോ? ആ ത്രാശ് ഇങ്ങനെ തിരിക്കാവില്ലാണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചുകൂടാ ആൾക്കാർക്ക്. ഇത് നല്ല ഐശ്വര്യമാണ്. ഇത് കണ്ടോ? അടിപൊളിയാ. ഇത് 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 തിരിക്കാവുന്നേ. അത് എടുത്ത് ടേപ്പ് എടുത്ത് ഒട്ടിച്ചു വെച്ചേക്കുന്നത്. ആണ്ട് ഉണ്ണിക്കുട്ട ആണോ? ആ എന്നാ പിന്നെ എങ്ങനെ തിരിയുന്നില്ലല്ലോ? അയ്യോ അവിടെ പൊട്ടിയതല്ല, അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെ പൊട്ടി? ഇന്നാള് പറഞ്ഞില്ല, പണ്ട് നമ്മളെ കൊണ്ടുവച്ചപ്പോഴും ഒരു പൊട്ടൽ വന്നില്ലായിരുന്നു. ആണോ? ഇത് തിരിക്കാവുന്നതാന്ന് എന്നോട് ആ ചെറുക്കൻ പറഞ്ഞായിരുന്നല്ലോ. ആ കണ്ടോ കണ്ടോ എങ്ങനെയുണ്ട്? കണ്ടോ? അപ്പൊ കച്ചവടം കൂടും ഇന്നു മുതൽ. അല്ലേ താണ്ടെ എന്നെ വെല്ലു വിളിച്ചു. സത്യം സത്യം ഇന്നു മുതൽ സാർ നല്ല ഐശ്വര്യം ഭഗവാനെ ഉണ്ടാകണേ. ഉറപ്പാ. നോക്കിക്കോ.